പാറയിൽ പണി കഴിപ്പിച്ചിരുന്ന പഴയ പെട്ര പട്ടണത്തെ വീഴ്ത്തിയ അതേ കാര്യം തന്നെയായിരുന്നു പണ്ടത്തെ വലിയ പട്ടണമായിരുന്ന സോരിനെയും വീഴ്ത്തിയത്. അവരുടെ ഹൃദയത്തിലെ നിഗളം അവരെ ചതിച്ചു. മഹത്വത്തെ പ്രതിയുള്ള നിഗളം, അഭിവൃദ്ധിയിലുള്ള അഹങ്കാരം, പ്രതാപത്തിൻ്റെ പേരിലുള്ള നിഗളം അതവരെ വീഴ്ച്ചു. ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള വലിയ ശക്തികൾ ഒക്കെ വീണതും നശിച്ചതും ഈ കാരണത്താലായിരുന്നു, നിഗളം. യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവിടുത്തെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിലൊളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. യഹോവയുടെ ന്യായവിധിയുടെ നാളിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിത്. കേൾക്കുവാൻ നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇവ ദൈവത്തിൻ്റെ വചനമാകുന്നു. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സോരിൻ്റെ ന്യായവിധിയാകുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. യെഹെസ്കേൽ പ്രവചനം 26 27 അധ്യായങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകാം. യെഹെസ്കേൽ പ്രവചനം 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ സോരിനും സീദോനും എതിരെയുള്ള പ്രവചനങ്ങളാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒന്നിനെ അവഗണിച്ച് മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രയും ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവചനത്തിൻ്റെ കൃത്യമായ അക്ഷരീക നിവൃത്തിക്കുള്ള തികഞ്ഞ ഉദാഹരണമാണ് ഈ അധ്യായങ്ങൾ. ഇസ്രായേലിന് കിഴക്കും പടിഞ്ഞാറുമുള്ള 4 രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ചെറുതായിരുന്നെങ്കിൽ ഇസ്രായേലിന് വടക്കുള്ള സൂര്യനെക്കുറിച്ചുള്ള പ്രവചനം വളരെ ദീർഘമായതാണ്. ഈ ഭാഗം വാസ്തവത്തിൽ 4 പ്രത്യേക വെളിപ്പാടുകളാണ്. ഒന്നാമത്തേത് സോരിൻ്റെ നാശത്തെക്കുറിച്ച് നേരിട്ടുള്ള വെളിപ്പാട്, 26 അധ്യായത്തിൻ്റെ 2 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണത്. രണ്ടാമത്തേത് വീണ് കഴിഞ്ഞ പട്ടണത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അത് വിലാപത്തിൻ്റേതായിട്ടുള്ള ഒരു വെളിപ്പാടാണ്. 27 അധ്യായം അതാണ് പറയുന്നത്. 3ഉം 4ഉം വെളിപ്പാടുകൾ സോരിൻ്റെ ഭരണകർത്താവിന് വേണ്ടിയുള്ളത്. 28 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. പിന്നെ രാജാവിനെതിരെയുള്ളത് 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. കടൽ വ്യാപാരത്തിന് പ്രസിദ്ധി കേട്ട ഫൊയ്നീക്യൻ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന പട്ടണമായിരുന്നു ഈ സോർ. അവർ വടക്കേ ആഫ്രിക്കയിൽ ഒരു വലിയ കോളനി സ്ഥാപിച്ചു. തർസീസും സ്പെയിനും കണ്ടുപിടിച്ചത് ഈ കൂട്ടരാണ്. വളരെ വലുതും പ്രൗഢവുമായ പട്ടണമായിരുന്നു സോർ. സോറിലെ രാജാവായിരുന്ന ഹീരാം ദാവീദിൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് നാം അറിയപ്പെടുന്നു. അവൻ കെട്ടിട നിർമ്മാണ വസ്തുക്കൾ ദാവീദിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. എന്നാൽ ദാവീദിന് ഉണ്ടായിരുന്നതുപോലെ ശലോമോന് ഹീരാമുമായി നല്ല ബന്ധമുണ്ടായിരുന്നില്ല. പ്രത്യക്ഷത്തിൽ ഹീരാം ഒരു മഹാരാജാവായിരുന്നു. സോറും സീദോനും ബാലിൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു എന്ന് ഓർക്കണം. ഈ പ്രദേശത്ത് നിന്നാണ് ഇസബേലിനെ നാം കാണുന്നത്. ഓർക്കുന്നില്ലേ, ആഹാബിൻ്റെ ഭാര്യ ഇസബേൽ? അവളുടെ പിതാവ് രാജാവും മുമ്പ് പുരോഹിതനുമായിരുന്നു, ബാലിൻ്റെ പുരോഹിതൻ. ഇസ്രായേൽ രാജാവായ ആഹാബ് അവളെ വിവാഹം കഴിച്ചത് വഴിയാണ് വടക്കേ രാജ്യത്ത് ബാലിൻ്റെ ആരാധന രംഗപ്രവേശം ചെയ്തത്. ഇനി നമുക്ക് സോരിനെക്കുറിച്ചും സീദോനെക്കുറിച്ചും ദൈവം നൽകിയ ആശ്ചര്യകരമായ ഈ പ്രവചനം ഒന്ന് ശ്രദ്ധിക്കാം. യെഹെസ്കേൽ പ്രവചനം 26 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, യെരുശലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി, അവൾ എങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു.
യെരുശലേം നശിപ്പിക്കപ്പെട്ട അതേ സമയത്ത് തന്നെയായിരുന്നു സോരും നശിപ്പിക്കപ്പെട്ടത്. നെബൂഖദ്നേസർ അതിനെ പിടിച്ചടക്കി. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സോരെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തൻ്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിൻ്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. ദൈവം അവരോട് പറയുന്നത്, നോക്കൂ സോരെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന്. ദൈവം ആ ദേശത്തിന് എതിരായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയും. തിരമാലകൾ തീരത്തെ കവർന്നെടുക്കുന്നത് പോലെ ജാതികൾ അതിനെതിരെ വന്ന ആ വാണിജ്യ കേന്ദ്രത്തെ അപ്രത്യക്ഷമാക്കുമെന്നത്രേ ദൈവം പറയുന്നത്. യെഹെസ്കേൽ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ സോരിൻ്റെ മതിലുകളെ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിൻ്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിൻ്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും. ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അത് ജാതികൾക്ക് കവർച്ചയായി തീരും. നെബൂഖദ്നേസർ രാജാവ് ആ പട്ടണത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിച്ചു. ഇനി അതൊരു വാണിജ്യ കേന്ദ്രമായിരിക്കുകയില്ല, പിന്നെയോ മീൻപിടുത്ത ഗ്രാമമായിരിക്കും. ഇതത്രേ ദൈവം പറയുന്നത്. വാസ്തവത്തിൽ ഇന്നത് അങ്ങനെ തന്നെയായിരിക്കുന്നു. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാട്ടുപുറത്തുള്ള അതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും, ഞാൻ യഹോവ എന്ന് അവർ അറിയും. അതിൻ്റെ പുത്രിമാർ ആരാണ്? ഞാൻ വിചാരിക്കുന്നത് അവർ സ്ഥാപിച്ച കോളനികളാണ് ഈ പുത്രിമാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈപ്രസ് ദ്വീപിൽ അവൾ ഒരു കോളനി സ്ഥാപിച്ചിരുന്നു. സൈപ്രസ് എന്നതിൻ്റെ അർത്ഥം ചെമ്പ് എന്നാണ്. അവർക്ക് ചെമ്പ് കിട്ടിയിരുന്നത് സൈപ്രസിൽ നിന്നായിരുന്നു. പുരാതന പരിഷ്കൃത ലോകത്തിന് ഈ ലോകം എത്തിച്ചു കൊടുത്തിരുന്നത് ഫൊയ്നീക്യൻ വ്യാപാരികളായിരുന്നു. ഇനിയും 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് രാജാതിരാജാവായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സൂര്യന് നേരെ വരുത്തും. അവൻ നാട്ടുപുറത്തുള്ള നിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. അവൻ നിൻ്റെ നേരെ കൊത്തളം പണിത് വാട കോരി നിൻ്റെ നേരെ ഒരു മറ നിർത്തും. അവൻ നിൻ്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിൻ്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും. അവൻ്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിൻ്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിൻ്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. അതെ, ഈ പ്രവചനം അക്ഷരം പ്രതി നിറവേറ്റപ്പെട്ടു. പുരാതന സോരിൻ്റെ മതിലുകളെ നെബൂഖദ്നേസർ തകർത്ത് കളഞ്ഞു. അവൻ യെരുശലേമിൽ ചെയ്തതുപോലെ യെഹെസ്കേൽ 26-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ കുതിരകളുടെ കുളമ്പുകൊണ്ട് അവൻ നിൻ്റെ സകല വീഥികളെയും മെതിച്ചു കളയും. നിൻ്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും. നിൻ്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണ് കിടക്കും. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ രസകരമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. നെബൂഖദ്നേസർ പട്ടണത്തെ പിടിക്കുമെന്നിവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭാഗത്തുടനീളം ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം അവൻ 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 എന്നാണ്. ശ്രദ്ധിച്ചോ? എന്നാൽ 12 മുതലുള്ള വാക്യങ്ങളിൽ അവൻ എന്നത് അവർ എന്ന് മാറിയിരിക്കുന്നതായി കാണാം. ശ്രദ്ധേയമാണ്. ജാതികൾ അതിനെതിരെ വരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. അതേക്കുറിച്ചുള്ള പ്രവചനമാണ് തുടർന്ന് നാം കാണുന്നത്. 12 മുതൽ 14 വരെ ഞാൻ വായിക്കാം. അവർ നിൻ്റെ സമ്പത്ത് കവർന്ന് നിൻ്റെ ചരക്ക് കൊള്ളയിട്ട് നിൻ്റെ മതിലുകൾ ഇടിച്ച് നിൻ്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിൻ്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിട്ട് കളയും. നിൻ്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും. നിൻ്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വല വിരിപ്പാനുള്ള സ്ഥലമായി തീരും. നിന്നെ ഇനി പണികയില്ല. യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഈ പ്രവചനം അതിൻ്റെ പൂർത്തീകരണം കാണാൻ നൂറ്റാണ്ടുകൾ കാത്തിരുന്നു. 300 വർഷത്തോളം സോരിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ അവിടെ കിടന്നു. നെബൂഖദ്നേസർ പട്ടണത്തെ നശിപ്പിച്ചെങ്കിൽ കൂടിയും ഈ രണ്ടാമത്തെ പ്രവചനം നിവർത്തിക്കപ്പെട്ടിരുന്നില്ല.
അപ്പോൾ പിന്നെ നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് കളയുമെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ആരാണത് ചെയ്യാൻ പോകുന്നത്? അതെ, പടിഞ്ഞാറ് നിന്നും ഇതാ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി വരുന്നു. BC 585 അവൻ അവരെ ആക്രമിച്ച ബാബേൽ രാജാവ് 13 വർഷം അവരെ തൻ്റെ അധികാരത്തിന് കീഴിലാക്കിയിരുന്നു. ബാബേലിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമായ സോർ മറ്റൊരു ദ്വീപിൽ പട്ടണം വീണ്ടും പണിയാൻ തീരുമാനിച്ചു. പഴയ പ്രധാന ദേശത്തെ തന്നെ അവർ മറന്നു. അവർ ഒരു നാവിക ശക്തി ആയിരുന്നതിനാൽ ഈ പുതിയ ദ്വീപിൽ തങ്ങളെ തന്നെ സുരക്ഷിതരായി സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അവർ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോൾ അവൻ പഴയ പട്ടണത്തിൻ്റെ ഈ നാശാവശിഷ്ടങ്ങളെ കണ്ടു. പുതിയ പട്ടണത്തിലേക്ക്, ആ ദ്വീപിലേക്ക് എത്തിപ്പെടാൻ തനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ മുൻപിൽ ഇഷ്ടം പോലെ സമയവും ധാരാളം പട്ടാളക്കാരും ഉണ്ടായിരുന്നു. നാവികസേന അവന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അലക്സാണ്ടർ എന്ത് ചെയ്തെന്നറിയാമോ? പുതിയ പട്ടണത്തിലേക്ക് ഒരു നടവരമ്പുണ്ടാക്കാൻ തീരുമാനിച്ചു, സമുദ്രത്തിൽ. എന്നാൽ ആ സമുദ്രത്തിലൂടെ അങ്ങനെ ഒരു പാത ഉണ്ടാക്കാൻ വേണ്ട വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടും? കൊള്ളാം, പഴയ പട്ടണത്തിൻ്റെ കല്ലും മണ്ണും മരവും എല്ലാം അവിടെ കിടക്കുകയല്ലേ. അലക്സാണ്ടർ പഴയ സോർ പട്ടണത്തിൻ്റെ നാശാവശിഷ്ടങ്ങൾ കൊണ്ട് അതിൻ്റെ മണ്ണുപോലും മാന്തിയെടുത്ത് പുതിയ സോർ പട്ടണത്തിലേക്കുള്ള ഒരു വഴിയുണ്ടാക്കി. അതിലൂടെ അവൻ്റെ സൈന്യം മാർച്ച് ചെയ്ത് ആ പുതിയ പട്ടണം പിടിച്ചടക്കി. സോരിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നല്ലോ യെഹെസ്കേൽ 26 അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. ആ പ്രവചനം അക്ഷരികമായി നിറവേറി എന്ന് നാം കണ്ടു. യെഹെസ്കേലിൻ്റെ സമയത്തല്ല, നൂറ്റാണ്ടുകൾക്ക് ശേഷം. അതെ, ദൈവവചനത്തിൻ്റെ കൃത്യതയ്ക്കൊരു സാക്ഷ്യമായി ഇന്നും ഈ സോർ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നു. യെഹെസ്കേലിൻ്റെ കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു ഈ സോർ. ഒരുപക്ഷെ യെഹെസ്കേൽ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും 27 അധ്യായത്തിൽ ആ പട്ടണത്തിൻ്റെ പതനത്തിൽ അവൻ വിലപിക്കുകയാണ്. സോരിനെ സംബന്ധിച്ചുള്ള യെഹെസ്കേലിൻ്റെ 2ാമത്തെ ദൂതാണ് 27 അധ്യായത്തിൽ നാം കാണുന്നത്. സോർ ഒരു വലിയ പട്ടണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ സൗന്ദര്യത്തെയും രാജകീയ പ്രൗഢിയെയും ഒട്ടും കുറച്ച് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 27 അധ്യായം യഥാർത്ഥത്തിൽ മനോഹരവും എന്നാൽ ദുഃഖപൂർണവുമായ ഒരു അധ്യായമാണ്. ഫൊയ്നീക്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സോരിനെ തകർന്നടിഞ്ഞ ഒരു വലിയ കപ്പലിനോടാണ് യെഹെസ്കേൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ 27 അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള ആദ്യ ഭാഗം പദ്യരൂപത്തിലാണ്. ഈ ഭാഗത്ത് സോരിൻ്റെ ആദ്യകാല മഹത്വത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. മനോഹരിയായ ഒരു കപ്പലായി അവളെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. 10 മുതൽ 25 വരെയുള്ള 2ാമത്തെ ഭാഗം ഗദ്യവും പദ്യവും ഇടകലർന്ന ശൈലിയാണ്. ഈ ഭാഗത്ത് സോരിൻ്റെ അനേകം വ്യാപാര പങ്കാളികളെക്കുറിച്ചും അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു. 26 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും പദ്യരൂപത്തിലാണ്. ഈ ഭാഗത്ത് സോരിൻ്റെ ദാരുണമായ കപ്പൽ ഛേദത്തെയാണ് വിവരിക്കുന്നത്. സോരുമായി കച്ചവട ബന്ധമുണ്ടായിരുന്ന പല രാഷ്ട്രങ്ങളിലേക്കും ഈ അധ്യായം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. സോരിനെ വീഴ്ത്തിയത് എന്താണെന്ന് നമുക്ക് നോക്കാം. യെഹെസ്കേൽ പ്രവചനം 27 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോരിനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി സോരിനോട് പറയേണ്ടത്, തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരേ, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. സോരിനെ വീഴ്ത്തിയത് എന്താണ്? പാറയിൽ പണിത പെട്ര പട്ടണത്തെ വീഴ്ത്തിയ അതേ കാര്യം തന്നെയായിരുന്നു സോരിനെയും വീഴ്ത്തിയത്. അവരുടെ ഹൃദയത്തിലെ നിഗളം, അഹങ്കാരം, അതവരെ ചതിച്ചു. മഹത്വത്തെ പ്രതിയുള്ള നിഗളം, അഭിവൃദ്ധിയിലുള്ള അഹങ്കാരം, പണക്കൊഴുപ്പിലുള്ള അഹങ്കാരം, പ്രതാപത്തിൻ്റെ പേരിലുള്ള അഹങ്കാരം, അതെ, അവരെ വീഴ്ച്ചു. പ്രിയ സുഹൃത്തെ, ലോകത്തിൽ വലിയ ശക്തികളായിരുന്ന അനേകം രാഷ്ട്രങ്ങളെയും വീഴ്ചതും നശിപ്പിച്ചതും നിഗളമായിരുന്നു. ഇന്നും മനുഷ്യനെ നശിപ്പിക്കുന്നത് ഈ നിഗളമാണ്. ഫൊയ്നീക്യൻ സാമ്രാജ്യം എത്രമാത്രം വിശാലമായിരുന്നു എന്ന് ഈ അധ്യായം പറയുകയാണ്. കിത്തീമിൽ, അതായത് സൈപ്രസിൽ തുടങ്ങി അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ ആരംഭിച്ചു. സൈപ്രസ് എന്നതിൻ്റെ അർത്ഥം ചെമ്പ് എന്നാണ്. ഫൊയ്നീക്യൻ കിത്തീമിൽ ഒരു കോളനി സ്ഥാപിച്ചു. തുടർന്ന് തർസീസിലേക്ക് അത് വ്യാപിച്ചു. തർസീസ് എന്നതിൻ്റെ അർത്ഥം ലോഹം ഉരുക്കുന്ന ഫാക്ടറി എന്നോ ശുദ്ധീകരണശാല എന്നോ ഒക്കെയാണ്. ഫൊയ്നീക്യർക്ക് കുതിച്ച്
മുന്നേറുന്നതിനുള്ള ഒരു സ്ഥാനമായിരുന്നു തർശീസ്. യോന പ്രവാചകൻ ആ പട്ടണത്തിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കപ്പൽ യാത്ര ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? പക്ഷേ അവൻ ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പാവം, അവൻ ആ യാത്രയിൽ ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറ്റിലാണ് ചെന്ന് ചേർന്നത്. യെഹെസ്കേൽ പ്രവചനം 27-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 25-ാം വാക്യം, തർശീസ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു, നീ പരിപൂർണയും സമുദ്രമധ്യേ അതിധനികയും ആയിത്തീർന്നു. സോർ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. ലോകത്തിലെ എല്ലായിടത്തു നിന്നുള്ള വ്യാപാരികൾ അവിടെ ചെന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു. നിങ്ങൾ എന്ത് സാധനം വേണമെന്ന് ആഗ്രഹിച്ചാലും അത് സോരിൽ കിട്ടുമായിരുന്നു. 17-ാം വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലും സോരിലെ ചന്തയിൽ വ്യാപാരത്തിനായി എത്തിയിരുന്നു എന്നത്രേ. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങുവാൻ കഴിയുമായിരുന്നു. ഒരു വലിയ വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ സോരിൻ്റെ ഒരു ചിത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്നോ? ഭാവിയിൽ വാണിജ്യം, മതം, രാഷ്ട്രീയം എന്നിവയുടെ ലോക കേന്ദ്രമാകുവാനുള്ള ബാബേലിനെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ ചിത്രീകരണമായി നിങ്ങൾക്കതിനെ കാണാൻ കഴിയും. അത് എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ തലസ്ഥാനമായിരിക്കും. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലുകൊണ്ടുള്ള ഓരോ സാമാനവും, ലവംഗം, ഏലം, ധൂപവർഗം, മൂര്, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനിയും ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കുന്നു. ഒരു നീണ്ട ലിസ്റ്റാണല്ലേ. ഈ കാലത്തും ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങാൻ കിട്ടുന്ന പട്ടണങ്ങളും ചന്തകളും അല്ലേ? അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ പറയുന്നതായിട്ടുള്ള വലിയ വലിയ മാളുകൾ അതാണല്ലോ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു നിവർത്തിയാകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ വലിയ വലിയ ഷോപ്പിംഗ് മാൾസ് ഉണ്ടല്ലോ, കയ്യിൽ പണമുണ്ടെങ്കിൽ എന്തും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. വാങ്ങേണ്ട എന്ന് ചിന്തിക്കുന്നത് പോലും നിങ്ങൾ വാങ്ങിക്കാൻ തക്കവണ്ണമുള്ള ആകർഷകമായ പരസ്യവും മണവും ഒക്കെയാണ് അതിനകത്തുള്ളത്. ഇത് ഭൗതികവാദത്തിൻ്റെ കാലഘട്ടമാണല്ലോ. അതേ സുഹൃത്തെ, സോറിൻ്റെ കാലം പോലെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സോർ വലിയൊരു കപ്പൽ പോലെയായിരുന്നു. ആളുകൾ ആവശ്യപ്പെടുന്നത് എന്തും അവിടെ കിട്ടുമായിരുന്നു. സംഗീതം ഒഴുകിക്കൊണ്ടേയിരുന്നു. അവിടെ ചിരിയും അട്ടഹാസങ്ങളും ഉണ്ടായിരുന്നു. അതെ, വീഞ്ഞും മദ്യവും ഒഴുകിക്കൊണ്ടിരുന്നു. എന്തിന്? സകലവും അവിടെ കിട്ടുമായിരുന്നു. പണമുണ്ടായിരിക്കണമെന്ന് മാത്രം. ഉണ്ടല്ലോ, ഇന്ന് അതുപോലെയുള്ള ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എൻ്റെ സുഹൃത്തെ, അതൊക്കെയും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് സോരിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ദൈവം അതിനെ ന്യായം വിധിച്ചു. ഇപ്പോഴിതാ മഹാനഗരത്തെക്കുറിച്ചുള്ള വിലാപവും തേങ്ങിക്കരച്ചിലുമാണ് നാം ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ അവസാന നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താകുന്നുവോ അതത്ര ഇവിടെ കാണുന്നത്. ആ അന്ത്യനാളുകളിൽ സ്റ്റോക്ക് മാർക്കറ്റ് പരാജയപ്പെടും. താങ്കൾ സുരക്ഷിത നിക്ഷേപം എന്ന് കരുതുന്നതൊന്നും അക്കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഉതകില്ല. വിലയേറിയതായി നിങ്ങൾ കരുതുന്നതൊക്കെയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ പൊടിയും ചാരവുമായി തീരും. സോർ പട്ടണം വീണുപോയ ദിനം എത്ര ദുഃഖപൂർണമായിരുന്നു. ഭാവിയിൽ ഇതേ കാര്യം തന്നെ സംഭവിക്കുമ്പോൾ അത് എത്രയോ സങ്കടം നിറഞ്ഞ ദിനമായിരിക്കും, ഇല്ലേ? എൻ്റെ സുഹൃത്തെ, നമുക്ക് വളരെ സൂക്ഷ്മത ആവശ്യമാണ്. ഇന്ന് നമുക്കുള്ള സമൃദ്ധമായ സമൂഹത്തെ ജനങ്ങൾ മിക്കവാറും ആസ്വദിക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഒരു ഒഴിയാബാധയോ വിഗ്രഹമോ ആകാത്തിടത്തോളം അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. നിർഭാഗ്യവശാൽ അനേകർക്കും അതൊരു ഒഴിയാബാധയോ വിഗ്രഹമോ ഒക്കെ ആയിരിക്കുന്നു എന്നതാണ് സത്യം. നമ്മുടെ പല നല്ല സഭകളിലും ദൈവവചനം പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ വളരെ കുറഞ്ഞു പോയിട്ടില്ലേ? നമ്മൾ സഭ കളിക്കുകയാണെന്ന് മറക്കരുത്. തോളിൽ തട്ടി അനുമോദിക്കലും സ്നേഹചുംബനങ്ങളും ഒക്കെ ചട്ടപ്രകാരം തന്നെയുണ്ട്. പക്ഷേ ഹൃദയങ്ങൾ ചേർന്നിരിക്കുന്നുണ്ടോ? കൂട്ടായ്മയെക്കുറിച്ച് പറയാൻ നമുക്ക് എന്ത് ഇഷ്ടമാണെന്നോ, അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത ചില ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നാം മതാനുസാരികളെന്നും ദൈവഭക്തരെന്നും നടിക്കുന്നു. സഭയുടെ ചെറിയ ചെറിയ ചടങ്ങുകളിലൂടെ പോകുന്നു. സോരിൽ അവർ അങ്ങനെ ചെയ്ത് ആനന്ദിച്ച് തിമിർത്താറാടുകയായിരുന്നു. യെരുശലേമിൽ അവർ അങ്ങനെ ചെയ്തു. എന്നാൽ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്?
അവർക്ക് അവസരങ്ങളുണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്നു, ഉത്തരവാദിത്വമുണ്ടായിരുന്നു. പക്ഷേ അവർ അതൊക്കെയും തട്ടി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിച്ചു. എഹെസ്കേൽ പ്രവചനം 27-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നിൻ്റെ തണ്ടേലന്മാർ നിന്നെ പുറംകടലിലേക്ക് കൊണ്ടുപോയി കിഴക്കൻ കാറ്റ് സമുദ്രം വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. നിൻ്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലൂമികളും ഒരായപ്പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിൻ്റെ അകത്തുള്ള സർവ്വജനസമൂഹത്തോടും കൂടെ നിൻ്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. പ്രവാചകൻ ഇതിൻ്റെ മൂർധന്യത്തിലേക്ക് പോവുകയാണ്. ആ കപ്പലിൻ്റെ, അതായത് സോരിൻ്റെ മനോഹരമായ പണിയെക്കുറിച്ച് അവൻ വിവരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 9 വാക്യങ്ങളിൽ അവൻ അതാണ് ചെയ്തത്. അതിൻ്റെ ഫലപ്രദമായ വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ചും അവൻ പറഞ്ഞു, 10 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ. ഇപ്പോൾ ഇതാ കപ്പലിൻ്റെ ആകസ്മികമായ മുങ്ങലിനെക്കുറിച്ച്, നശിപ്പിക്കലിനെക്കുറിച്ച് പറയുകയാണ്. 26 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ സോരിൻ്റെ തകർച്ച എവിടെ വെച്ചായിരുന്നു എന്ന് നോക്കുക. പുറംകടലിൽ വെച്ച്, കിഴക്കൻ കാറ്റ് സമുദ്രമധ്യേ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. മിക്കവാറും കപ്പലുകൾ കൊടുങ്കാറ്റിൻ്റെ ശല്യം ഏൽക്കാതിരിക്കാൻ തീരത്തോടടുത്ത് കിടക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സോരെന്ന കപ്പൽ അതിൻ്റെ വാണിജ്യപരമായ സാഹസിക മുന്നേറ്റത്തിൽ സമുദ്രമധ്യത്തിലേക്ക് പോയി. അങ്ങനെ അത് കൊടുങ്കാറ്റിൽ പെടുകയായിരുന്നു. ശീതകാലത്ത് മെഡിറ്ററേനിയൻ കടലിലെ കാലാവസ്ഥയെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ കഴിയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ആ സമയത്തെ യാത്ര വളരെ അപകടം നിറഞ്ഞതാകും. കിഴക്ക് നിന്നോ വടക്ക് നിന്നോ അടിച്ചിരുന്നതായ ആ കൊടുങ്കാറ്റ് അതിൽ നിന്നും രക്ഷപ്പെടാനാകാത്ത വിധം ആ കപ്പലിനെ ആ സമയത്ത് ഇളക്കി മറിച്ചേക്കാം. എഹെസ്കേൽ പിന്നെയും ഇവിടെ കിഴക്കൻ കാറ്റിനെക്കുറിച്ച് പറയുന്നു. ദ്വയാർത്ഥത്തിലാണ്, അതായത് ഇവിടെ കിഴക്കൻ കാറ്റ് എന്ന് പറയുന്നതിൽ ബാബേലിനെക്കുറിച്ചുള്ള സൂചനയും ഉണ്ട് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദ്വയാർത്ഥം. ബാബേൽ സോരിന് കിഴക്കാണ്. അതെ, ആ കിഴക്കൻ കാറ്റ് സോരിൻ്റെ സമ്പത്തിനെയും ജനങ്ങളെയും നഷ്ടമാക്കാൻ പോകുന്നു. അവൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങുവാൻ പോകുന്നു. 32-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി, നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യേ നശിച്ചുപോയ സോരിനെ പോലെ ഏതൊരു നഗരമുള്ളൂ. അതെ, സോർ ഒരു വലിയ കപ്പൽ പോലെയായിരുന്നു. അത് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് താഴുന്നു. 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി. നിൻ്റെ വ്യാപാര സമ്പത്തും നിൻ്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിൻ്റെ ആഴത്തിൽ വീണിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, സോരിൻ്റെ ജനതയെയും സമ്പത്തിനെയും ഒക്കെ സമുദ്രം വിഴുങ്ങിക്കളഞ്ഞ്. അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും ശിക്ഷ എത്ര ഭയങ്കരമാകുന്നില്ലേ. 36-ാം വാക്യത്തിൽ നാം കാണുന്നത്, ജാതികളിലെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂളകുത്തുന്നു. നിനക്ക് ശീഘ്രനാശം ഭവിച്ച് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. അതേ സുഹൃത്തെ, ഒരിക്കൽ സമൃദ്ധവും പ്രൗഢവുമായിരുന്നു സോരിൽ എല്ലാം. ഇന്നവിടെ സംഗീതമില്ല, ചിരിയില്ല, കെട്ടിടങ്ങളില്ല, വെള്ളിയില്ല, പൊന്നില്ല. തകർന്നടിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം ഇവിടെയും. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ അതിനെ ന്യായം വിധിച്ചതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സോരിൻ്റെ ഈ ചിത്രത്തിൽ നമ്മുടെ തലമുറയ്ക്കുള്ളൊരു വലിയ സന്ദേശമുണ്ട്. അത് നാം വിട്ടുകളയരുത്. അതെ, ഒന്നും സംഭവിക്കില്ല എന്ന ആ ചിന്തയോടുകൂടി നാം മുൻപോട്ട് പോവുകയാകുന്നുവെങ്കിൽ ദൈവത്തെ മറന്നുള്ള പോക്ക് എപ്പോഴും നാശത്തിലേക്കാണ്. അത് ചരിത്രത്തിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട വാസ്തവമാണ്. ഭയപ്പെടുത്തുകയല്ല, സത്യം പറയുമ്പോൾ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കൂ. ദൈവിക സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതനുസരിക്കുവാൻ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നതിനാൽ ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം എന്നാകുന്നു വിശുദ്ധ പൗലോസ് കൊരിന്ത്യരുള്ള ദൈവസഭയോട് പറയുന്നത്.
ലോകവും അതിലുള്ളതും ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവ് ദൈവഭക്തിയിൽ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും.